ഒരു കാര്യം, 8 to 5 ജോലി ചെയ്താൽ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റും? എൻ്റെ ഒരു സംശയം ഒന്ന് ക്ലിയർ ചെയ്യണം. 8 to 5 നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒന്നും നേടാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. അങ്ങനെയുള്ള റോളിങ്സൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നിർത്തുക അങ്ങോട്ട് കൊടുത്ത്, അവിടെ നിർത്തി ഇങ്ങോട്ട് കൊടുത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. കുഴപ്പമില്ലാത്ത 3 നേരം ഭക്ഷണം കഴിച്ച് അങ്ങനെ അടിപൊളിയായിട്ട് അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് പോവാം. പക്ഷെ നമുക്കൊരു സേവിങ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടാവില്ല 8 to 5 ജോലി കഴിഞ്ഞാൽ. 8 to 5 ജോലി ചെയ്താൽ ഉണ്ടാവും, പക്ഷേ ആ മാതിരി സാലറി ഉണ്ടാവണം. ഒന്നല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പോകണം. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്. 8 മണിക്കൂറൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്ക് അങ്ങനെയൊക്കെ ജോലി ചെയ്യുമ്പോൾ ഒന്നും നമുക്ക് പറ്റില്ല. നമുക്കൊരു സേവിങ്സ് ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഹോസ്പിറ്റൽ ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കടം വാങ്ങിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ 8 to 5 ജോലി ചെയ്യാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. നമുക്ക് ജീവിക്കേണ്ട, വേറെ ഒന്നും പരിപാടിയൊന്നും ഇല്ലല്ലോ. പക്ഷെ നമുക്കൊരു സന്തോഷം ഉണ്ടാവും, ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അതായത് ഒരു മാസം നമ്മൾ വർക്ക് ചെയ്തിട്ട് ഒന്നല്ലെങ്കിൽ 31-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതി അല്ലെങ്കിൽ 5-ാം തീയതി കിട്ടുന്ന സാലറി കിട്ടുമ്പോൾ ആ കുറച്ച് നിമിഷത്തേക്ക് നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ആ സാലറി കയ്യിൽ കിട്ടുമ്പോൾ എത്ര വലിയ പണിയാണെങ്കിലും, എത്ര കഠിനമായ പണിയാണെങ്കിലും സാലറി കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് മനസ്സിലും മുഖത്തും എല്ലാത്തും. പക്ഷെ ആ സന്തോഷം കൂടിപ്പോയി ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ. കാരണം നമുക്ക് പൈസ കിട്ടി കഴിഞ്ഞാൽ കൊടുക്കാൻ ഒരുപാട് പേരാണ്. കാരണം അറിയാലോ, ഇപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക ലൈഫിൽ. ഓരോ ദിവസം കൂടുമ്പോൾ ഓരോ സാധനത്തിന് വില കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, ഒരുപാട് പേര് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേര് വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞോളാം. അപ്പോൾ ഞാൻ ഏറ്റവും ലക്ഷറി എന്നൊക്കെ വിചാരിക്കും നമുക്ക് സ്വന്തമായിട്ടൊരു വീട്. ആ വീടുണ്ടെങ്കിൽ നമ്മളൊരു അടിപൊളിയാണ്. നമുക്ക് വലിയ പരിപാടിയൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ ഈ 8 to 5 ജോലി ചെയ്താലും പ്രശ്നമൊന്നുമില്ല. വാടക കൊടുക്കണ്ടല്ലോ. ഒരു 1000 രൂപ ഒരു ദിവസം ഉണ്ടെങ്കിൽ വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് പോവാം. പക്ഷെ വീടില്ലെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. എന്നെപ്പോലെ വാടകയ്ക്ക് താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുപോലെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.